ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഷാഹി പനീറാണ്. അതിന് പനീർ ക്യൂബ്സ് ഒരു 200 ഗ്രാം എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ട തക്കാളി 2 മീഡിയം സൈസ് തക്കാളി 2 എണ്ണം ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 3 പച്ചമുളക്, 1/2 ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചി പൊടിയായി അരിഞ്ഞത്, പിന്നെ ഗരം മസാലപ്പൊടി 1/4 ടീസ്പൂൺ, നല്ല ജീരകം 1/2 ടീസ്പൂൺ, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, കാശ്മീരി ചില്ലി 1.5 ടീസ്പൂൺ, പിന്നെ 2 ടേബിൾ സ്പൂണോളം ബട്ടർ വേണം, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്. പിന്നെ വേണ്ടത് ഒരു ഓണിയൻ കുറച്ച് വലിയ പീസാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഒരു 10-12 കാഷ്നട്ടും. ഇതൊന്ന് ആദ്യം വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഫ്രഷ് ക്രീം അല്ലെങ്കിൽ കുക്കിംഗ് ക്രീം 2 ടേബിൾ സ്പൂൺ, പുളിയില്ലാത്ത തൈര് 2 ടേബിൾ സ്പൂൺ. നമുക്ക് ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ബട്ടർ ഒഴിച്ചു കൊടുക്കാം. ബട്ടർ ഒഴിച്ചതിന് ശേഷം അതിലേക്ക് സവോളയും കാഷ്നട്ടും ഇട്ട് ഒന്ന് ചെറുതായി ഒന്ന് വഴറ്റാം. ചെറുതായി ഒന്ന് വഴന്നാൽ മതി. അത് വഴറ്റിയിട്ട് നമുക്കിതൊന്ന് പേസ്റ്റാക്കി അരച്ചെടുക്കണം. പിന്നെ നമ്മൾ പാൻ അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് എടുത്തു വെച്ച ബട്ടർ ഇട്ട് കൊടുക്കാം. ബട്ടർ ഒന്ന് മെൽറ്റ് ആവണം. പാന് ഒന്ന് ചൂടായതിന് ശേഷം ഒന്ന് മീഡിയം ഫ്ലെയിമിലാക്കി വെക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് ബട്ടർ കരിഞ്ഞു പോവും. അപ്പോൾ ചെറിയൊന്ന് തീയൊന്ന് കുറച്ച് കൊടുക്കാം. അതിന് ശേഷം അതിലേക്ക് ജീരകം, നല്ല ജീരകമാണ്, അത് ഇട്ട് കൊടുക്കാം. ജീരകം ഒന്ന് പൊട്ടിയതിന് ശേഷം അതിലേക്ക് നമുക്ക് എടുത്തു വെച്ച ജിഞ്ചർ ഇട്ട് കൊടുക്കാം. ജിഞ്ചർ ഒന്ന് പൊടിയായിട്ട് വേണം അരിഞ്ഞെടുക്കാൻ. ജിഞ്ചർ ഒന്ന് വഴന്ന് കിട്ടട്ടെ. എന്നിട്ട് നമുക്കതിലേക്ക് എടുത്തു വെച്ച് പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഞാൻ പൊടിയായി അരിഞ്ഞു വെച്ച തക്കാളി നല്ല പൊടിയായിട്ട് അരിഞ്ഞെടുക്കണം, അല്ലെങ്കിൽ നിങ്ങൾ പേസ്റ്റ് ആക്കി എടുക്കണമെങ്കിൽ ഒന്ന് മിക്സിയിലിട്ട് അടിച്ച് പേസ്റ്റ് ആക്കി എടുത്താലും മതി. ഇതൊന്ന് തക്കാളി നല്ലതായിട്ട് വഴന്ന് കിട്ടണം. അതിലേക്ക് എടുത്തു വെച്ച മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടി എന്നിവ ആഡ് ചെയ്യാം. ഇതൊന്ന് ഇതിലിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. അതിൻ്റെ റോസ് സ്മെല്ല് പോകുന്ന വരെ ഒന്ന് വഴറ്റണം. ഇതിൽ നെയ്യൊന്ന് തെളിഞ്ഞ് വരുന്ന വരെ ഒന്ന് വഴറ്റിയിട്ട് വേണം ഇതിലേക്ക് അരച്ചു വെച്ച സവാള കാഷ്നട്ട് അരച്ചു വെച്ച പേസ്റ്റാണ് ഞാനിപ്പോൾ ഒഴിച്ചു കൊടുത്തത്. മസാലയൊക്കെ ഒന്ന് വഴന്ന് നല്ല നെയ്യ് തെളിഞ്ഞ് വന്നതിന് ശേഷമാണ് സവാള വഴറ്റിയത് ഇടേണ്ടത്. അത് കഴിഞ്ഞൊന്ന് ഒരു 5 മിനിറ്റ് ഒന്ന് നമുക്ക് മൂടി വെച്ച് തിളപ്പിക്കാം. നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം കൂടി ഒരു 5 മിനിറ്റും കൂടി ഒന്ന് മൂടി വെച്ച് ലോ ഫ്ലെയിമിലിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ച തൈരൊന്ന് ജസ്റ്റ് ഒന്ന് സ്പൂൺ വെച്ചൊന്ന് മിക്സ് ചെയ്ത് കട്ടയൊക്കെ ഉടച്ചതിന് ശേഷമാണ് ഞാൻ ചേർക്കുന്നത്. അത് തീരെ പുളിയില്ലാത്ത തൈര് വേണം നമ്മൾ ചേർക്കാൻ വേണ്ടിയിട്ട്. നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് അതിലേക്ക് നമുക്ക് പനീർ ക്യൂബ്സ് ഇട്ട് കൊടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് മൂടി വെച്ച് ഒരു 5 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കത് മൂടി വയ്ക്കാം. ഒരു 5 മിനിറ്റ് ഒന്ന് മൂടി വയ്ക്കാം. അതിനുശേഷം നമുക്ക് തുറന്ന് ഒന്ന് ഇളക്കിയിട്ട് പനീറൊക്കെ ഒന്ന് വെന്തിട്ടുണ്ട്. ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അതിലേക്ക്. ഇപ്പം നമ്മുടെ ഷാഹി പനീർ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്കൊന്ന് ഫ്രഷ് ക്രീം ഒഴിച്ചു കൊടുക്കാം. ഫ്രഷ് ക്രീം ഇട്ട് തിളപ്പിക്കണം എന്നില്ല, അത് അവസാനം ചേർത്ത് കൊടുത്താലും മതി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റുള്ള റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാം. താങ്ക് യു.